VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. അങ്കണവാടിക്കുള്ളിൽ പാമ്പിനെ കണ്ട സംഭവം. സ്ഥലം സന്ദർശിച്ച് പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകി പാണ്ടിക്കാട്ടെ പ്രതിപക്ഷ LDF മെമ്പർമാർ. ഇന്നലെ രാവിലെ അങ്കണവാടി തുറക്കാൻ ജീവനക്കാരി എത്തിയപ്പോഴാണ് കട്ടക്കുളം അങ്കണവാടിക്കുള്ളിൽ പാമ്പിനെ കണ്ടത്. സ്ഥലത്തെത്തിയ പ്രദേശവാസിയും പാമ്പിനെ കണ്ടുവെങ്കിലും നിമിഷ നേരങ്ങൾക്കുള്ളിൽ പാമ്പ് അപ്രത്യക്ഷമായി. താൽക്കാലികമായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനുള്ളിലും പുറത്തുമായി ഇഴജന്തുക്കൾക്ക് ഒളിക്കുവാനുള്ള ഇടങ്ങൾ ഒരുപാടുള്ള സാഹചര്യമാണുള്ളത്. സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാരും രക്ഷിതാക്കളും ട്രോമോ കെയർ പ്രവർത്തകരുമെല്ലാം വാർഡ് മെമ്പർ സഫിയയുടെ നേതൃത്വത്തിൽ കെട്ടിടത്തിനുള്ളിലും പുറത്തും തിരച്ചിൽ നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല. ഇതോടെ അങ്കണവാടി സുരക്ഷിതമായി പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. 2 വർഷത്തിലേറെയായി ഫിറ്റ്നസിന്റെ പേരിൽ നിലവിലെ അങ്കണവാടി കെട്ടിടം പൊളിച്ചുമാറ്റി താൽക്കാലിക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ നിലവിലെ താൽക്കാലിക കെട്ടിടത്തിന് കുട്ടികൾക്ക് ആവശ്യമായ സുരക്ഷയില്ലെന്ന് രക്ഷിതാക്കളും ആശങ്കയിലാണ്. ഇതോടെയാണ് പ്രതിപക്ഷ LDF മെമ്പർ സ്ഥലം സന്ദർശിച്ചത്. 19ാം വാർഡില് കട്ടക്കുളം അംഗനവാടിയില് നിലവിലൊരു വാടകക്കാണ് കെട്ടിടം നിൽക്കുന്നത്. അതില് ഇന്നലെ പാമ്പിനെ കണ്ട് പ്രശ്നമൊക്കെ ഹെൽപ്പർ വന്ന് തുറന്നപ്പോഴാണ് പാമ്പിനെ കണ്ടു. പിന്നെ അവിടെ അടുത്ത എല്ലാവരും നാട്ടുകാരെയൊക്കെ വിളിച്ച് നോക്കുമ്പോൾ അവര് കണ്ടു. പിന്നെ കല്യാണമൊക്കെ നോക്കുമ്പോൾ കണ്ടതുമില്ല. പിന്നെ ആകെ തെരഞ്ഞൊന്നും കണ്ടില്ല. അപ്പൊ ആ ബുദ്ധിമുട്ടിലാണ്. നിലവില് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തില് ഏകദേശം ഒരു 8ഓളം അങ്കണവാടി ഇതേപോലെ വാടകഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ നിലവിലുള്ളത് ഈ കട്ടക്കുളത്തെ അങ്കണവാടിയിലെ പ്രയാസം എന്ന് പറയുന്നത് ഇന്നലെ വരുമ്പോ പാമ്പ് കണ്ടു എന്ന് മാത്രമല്ല, വളരെ ദയനീയമാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കട്ടക്കുളം അങ്കണവാടി മുമ്പുണ്ടായിരുന്ന ബിൽഡിംഗ് ഉണ്ടായിരുന്ന സ്ഥലമാണിത്. ഇവിടെ തന്നെ എങ്ങനെയാണ് ഈ അങ്കണവാടി കെട്ടിടം ഉണ്ടാക്കുക എന്നുള്ളത് അറിയില്ല. എങ്കിലും വളരെ പ്രയാസത്തിലാണ്. ഇതുപോലെ തന്നെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ മുഴുവൻ ഏകദേശം അങ്കണവാടി കെട്ടിടങ്ങളൊക്കെ നിലവിൽ പ്രയാസത്തിലാണ്. ഇതിന് എത്രയും പെട്ടെന്നൊരു തുടർ നടപടികൾ ഉണ്ടാവണം. 3 വർഷക്കാലമായിട്ട് ഇത് പൊളിച്ചിട്ടിരിക്കുകയാണ്. തുടർന്നും ഇതേപോലെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സമരമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ ഉറപ്പിക്കാനുള്ളത്. നിലവിൽ പഞ്ചായത്തിലെ 8ഓളം അങ്കണവാടി കെട്ടിടങ്ങൾ ഫിറ്റ്നസ് ഇല്ലായ്മയുടെ പേരിൽ പൊളിച്ചു മാറ്റിയിട്ട് 3 വർഷത്തോളമായെന്നും പകരം പ്രവർത്തിക്കുന്ന താൽക്കാലിക കെട്ടിടങ്ങൾ സുരക്ഷിതമല്ലെന്നും വിഷയത്തിൽ അടിയന്തര പരിഹാര നടപടികൾ കാണണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും LDF മെമ്പർമാരായ യൂനുസ് വടക്കൻ, ഷെബീബ് കോട്ടയിൽ, സുനീറ മമ്പാടൻ, മനീഷ, സഫിയ, സബ്ന ഷിഹാബ് എന്നിവർ പങ്കുവച്ചു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മൾ കട്ടക്കുളം അംഗനവാടി പൊളിച്ചിട്ട ഭാഗത്താണുള്ളത്. 3 വർഷക്കാലമായിട്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് 8ഓളം അംഗനവാടികൾ പൊളിച്ച് ഇതേപോലുള്ള അവസ്ഥയിലാണ് കിടക്കുന്നത്. കാരണം എല്ലാ അംഗനവാടികളും ഇപ്പൊ നിലവില് ഒരു വാടക കെട്ടിടത്തിലാണുള്ളത്. അതിൽ പല അംഗനവാടികളും ശോചനീയാവസ്ഥയിലാണ്. ഇപ്പോ ഇന്ന് ഞങ്ങളിവിടെ വരാനുള്ള കാരണം ഇന്നലെ ഇവിടെ കട്ടക്കുളം അംഗനവാടിക്കകത്ത് അത്രയും ശോചനീയാവസ്ഥയിലുള്ള ഒരു അംഗനവാടിയാണ് ഇപ്പൊ നിലവില് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അംഗനവാടിക്കകത്ത് നമ്മളതിന്റെ ബാക്കിലൊക്കെ പോയാൽ കാണാം, ഉള്ളിലേക്ക് ഒരു തുരങ്കം പോലെ സൃഷ്ടിച്ച് അതിനകത്ത് കൂടി ഈ പന്നികളടക്കം കയറാൻ പറ്റാവുന്ന രീതിക്കുള്ള ഭാഗങ്ങളാണ് അതിനകത്ത് ഇടിഞ്ഞ് ചാടിയിട്ടുള്ളത്. അപ്പൊ അതുപോലുള്ള അംഗനവാടികളാണ് ഇപ്പൊ നിലവില് നമ്മുടെ പഞ്ചായത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രവൃത്തി ഇങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പഞ്ചായത്തിന്റെ തീരുമാനമെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഇനിയും വരും കാലങ്ങളിൽ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനമെങ്കിൽ പ്രക്ഷോഭ പരിപാടികളായിട്ട് മുന്നോട്ട് പോകാനാണ് ഇവിടെ LDF മെമ്പർമാർ എടുത്ത തീരുമാനങ്ങൾ. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.